Hello all, welcome to Quill IAS. So today is day 1 of completing your syllabus. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നോട്ട് നമ്മൾ UPSC സിവിൽ സർവീസിൻ്റെ സിലബസ് മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണിത് ഉള്ളത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് I will post it on a daily basis on everything on the syllabus. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ GS1 സിലബസ് എടുത്ത് നോക്കിയപ്പോൾ ആദ്യം ഞാൻ കണ്ട ടോപ്പിക്കാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. കുറേ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് പഠിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ടുഡേയ്സ് ടോപ്പിക്. അപ്പോൾ ഞാൻ ഇന്ത്യൻ കൾച്ചറിൽ ഇങ്ങനെ ടോപ്പിക്ക് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതാണ്. സിലബസ് നോക്കി നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. സാലൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ ടൈംസ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആർട്ട് ഫോംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആർട്ട് ഫോംസ് ആക്ച്വലി കുറേ ഉണ്ട്. പെയിൻറ്റിങ്സ് ഉണ്ട്, ഡാൻസസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പപ്പട്രി ഉണ്ട്, ഡ്രാമ ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പം ആർട്ട് ഫോംസിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ദറ്റ് ഈസ് എന്താണ്? പെയിൻറ്റിങ്സ് ആണ്. എസ്പെഷ്യലി ഇന്ത്യൻ പെയിൻറ്റിങ്സ്. ഓക്കെ, സോ പെയിൻറ്റിങ്സ്. അപ്പോൾ ആദ്യം തന്നെ എന്താണൊരു പെയിൻറ്റിങ്? ആദ്യം നമുക്കത് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു പെയിൻറ്റിങ് ഞാൻ വരയ്ക്കാം. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ എന്താണ് പെയിൻറ്റിങ് എന്നുള്ളത്. So this is a painting of mine. Okay. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നു, കളർ ചെയ്യുന്നു കുറേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ പെയിൻറ്റിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പെയിൻറ്റിങ്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ പെയിൻറ്റിങ്സും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാം. അപ്പം എന്താണ് പെയിൻറ്റിങ്? സോ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ എക്സ്പ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തുറന്നുകാട്ടലാണ്. എന്തിൻ്റെ തുറന്നുകാട്ടൽ? സോ ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ്. ചില ഐഡിയാസ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, സോ ഐഡിയാസ്, ഇമോഷൻസ് ആയിരിക്കും. അതും എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ഒരു 2D വിഷ്വൽ ലാംഗ്വേജിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്ങിൻ്റെ തുടക്കം. ലൈക്ക് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ലൈക്ക് ഒരു 2D വിഷ്വൽ ലാംഗ്വേജിൽ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെയിൻറ്റിങ്. ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി പെയിൻറ്റിങ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ പെയിൻറ്റിങ്സിനെ പറ്റിയാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. അപ്പം 8000 വർഷം 8000 ഇയേഴ്സ് എന്തുണ്ട്, ഇതിന് ഒറിജിൻ ഉണ്ട്. 8000 ഇയേഴ്സ് ബാക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് സോഴ്സസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സോഴ്സസ് എന്താണ് ഇതിൻ്റെ ഒരു സോഴ്സസ് എന്ന് പറയുമ്പം, ഓൾറെഡി മുദ്ര രക്ഷസ. അപ്പം ലൈക്ക് നിങ്ങൾ UPSC ആസ്പിരൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് അല്ലെങ്കിൽ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് ആണെങ്കിൽ. സോ ദിസ് ഈസ് എ പ്ലേ, ഒരു ഡ്രാമയാണ്. ആരാണ് ഈ ഡ്രാമ എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് എ പ്ലേ റിട്ടൺ ബൈ വിശാഖദത്ത. അപ്പോൾ ഇതിനകത്ത് ഉണ്ട് കുറച്ച് പെയിൻറ്റിങ്സിനെ പറ്റി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ടെക്സ്റ്റാണ് വിനയ പിട്ടക്ക. അപ്പോൾ ഇത് നമുക്കറിയാം ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ്. 3 പിത്തക്കാസിലെ ഒരു പിത്തക്കയാണ്. അപ്പോൾ ഇതിനകത്തും എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പെയിൻറ്റിങ്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സോഴ്സസിലാണ് ആക്ച്വലി പെയിൻറ്റിങ്സിനെ പറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ സോഴ്സസ് പഠിച്ചു. ഇനി നമ്മൾ ഇന്ത്യൻ പെയിൻറ്റിങ്സിലേക്ക് കടക്കാം. സോ നമുക്ക് Indian paintings is characterized into 4. ഓക്കെ, ഓർത്തിരിക്കുക, ഇന്ത്യൻ പെയിൻറ്റിങ്സ് 4 ടൈപ്സ് ആണ് ഉള്ളത് ഇൻ ഇന്ത്യ. ഓക്കെ, സോ വി ഹാവ് 4 ടൈപ്സ് ഓഫ് ഇന്ത്യൻ പെയിൻറ്റിങ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ number 1 is prehistoric painting. Okay, then number 2 is mural paintings. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് miniature paintings. Okay, then the final one is folk paintings. അപ്പോൾ ഇങ്ങനെ we have 4 types of paintings, that is prehistoric, miniature, mural and folk. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 4 types of paintings പോകുന്നു.